ഹായ് ഫ്രണ്ട്സ്, മസാല ഫ്ലെയിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആണ്, തികച്ചും വ്യത്യസ്തമായൊരു വീഡിയോ ഇതുവരെ ചെയ്തതിൽ നിന്ന് വെച്ച്. ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ പറയുക തന്നെ വേണമല്ലോ, നമുക്ക് തോന്നുന്നത്. അപ്പം ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ചെറിയ കുട്ടിയാണ്, പക്ഷേ എൻ്റെ ഫ്രണ്ടാണ്. അവൾ ഇന്നലെ എൻ്റെ അടുത്തൊരു പരാതി കണക്ക് പറഞ്ഞ്, ചേച്ചി നമ്മൾ എന്തെങ്കിലും ചെന്ന് പറയാൻ പോയാൽ, അതായത് അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് പറയുമ്പം അവളുടെ പരാതിയാണ്. ചിലപ്പോൾ ആരുടെയെങ്കിലും കുറ്റമായിരിക്കും ചേച്ചി. ഞാനിപ്പം എനിക്കൊരാളെ കുറിച്ചൊരു കുറ്റം തോന്നി, അപ്പം ഞാനത് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് പറയുമ്പം പുള്ളി കുറച്ച് കഴിയുമ്പോൾ കേട്ട് ഫുള്ളാകുന്നതിന് മുമ്പിട്ട് എൻ്റെ അടുത്ത് പറയും, ചേച്ചി നിനക്ക് വിവരമില്ലാഞ്ഞിട്ടാണ് മറ്റുള്ളവരുടെ കാര്യവും നോക്കിയിരിക്കുക, നിനക്ക് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള മറുപടിയാണ് കിട്ടുന്നത്. ആദ്യം തന്നെ പറയും നിനക്ക് ബോധമില്ല, വിവരമില്ല എന്നൊക്കെ. ചേച്ചി അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ വിഷമം തോന്നി. കാരണം ഇത് നമ്മൾ ഒട്ടനവധി പെണ്ണുങ്ങളും വീടുകളിൽ അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പരിഭവമാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് തോന്നി എന്തായാലും നമുക്ക് ചിലപ്പോൾ ചിലരുടെ കുറ്റമായിരിക്കാം, അതെന്ത് വന്നാലും നമ്മൾ ആദ്യം നമ്മുടെ ഭർത്താക്കന്മാരുടെ ചെന്ന് പറയും. സ്വാഭാവികമായിട്ട് അയലത്തുകാരുടെ ആയിരിക്കാം, വീട്ടുകാരുടെ ആയിരിക്കാം, ആരുടെയും ആയിക്കോട്ടെ. അത് നമ്മുടെ ഭർത്താക്കന്മാരടുത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പകുതി കേൾക്കുമ്പോഴത്തേന് ഈ ഭർത്താക്കന്മാരുടെ ഒരു പരിപാടിയുണ്ട്. എന്തുവാ, നിനക്കൊക്കെ വിവരമില്ല, വല്ലവരുടെയും കാര്യവും നോക്കിയിരിക്കുക, വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, വേറെ ജോലിയും കൂലി ഇല്ലാത്തതുകൊണ്ടാണ് എന്നുള്ള രീതിയിലുള്ളൊരു മറുപടി. ശരിക്കും എനിക്ക് ഈ ഭർത്താക്കന്മാരോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും നിങ്ങൾക്ക് വിവരമുണ്ടോ? ഭർത്താക്കന്മാരെ ഇങ്ങനെ പറയുന്നവർക്ക് നിങ്ങൾക്ക് വിവരമുണ്ടോ? നിങ്ങൾക്ക് ബോധമുണ്ടോ? നിങ്ങൾ എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളടുത്തല്ലാതെ പിന്നെ അവരാരെടുത്താണ് വന്ന് പറയേണ്ടത്? അവർക്ക് എന്തോ ആയിക്കോട്ടെ തോന്നുന്നത്, ചിലപ്പോൾ അത് ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, അവർക്ക് തോന്നുന്ന കാര്യം ഷെയർ ചെയ്യാനുള്ള ആൾ നിങ്ങളാണ്. അവർ മറ്റാരേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നത് നിങ്ങളെയാണ്. ഒരാളുടെ കുറ്റം നിങ്ങളടുത്ത് വന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെടുത്തും ഷെയർ ചെയ്യത്തില്ല, അല്ലെ മറ്റേ 10 പേരെടുത്ത് നടന്ന് പറയത്തില്ല അവൾ അത് പറഞ്ഞു എന്ന്. ആ വിശ്വാസത്തിലൂടെയാണ് അവരിത് വന്ന് പറയുന്നത്. അത് കേൾക്കുന്ന പാതി കേൾക്കാത്ത പാതി, അത് ഫുൾ കേൾക്കത്തില്ല. അതിന് മുമ്പ് തന്നെ നിനക്ക് വിവരമില്ല, ബോധമില്ല, മറ്റുള്ളവരുടെ കാര്യവും നോക്കിയിരിക്കുക, നിനക്ക് വേറെ ജോലി ഇല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ താറടിച്ച് പറയുന്നതുണ്ടല്ലോ, നമുക്ക് നമ്മളെ കൊല്ലുന്നതിനേക്കാൾ ദേഷ്യം വരും. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെയൊക്കെ വീടുകളിൽ ഇന്നുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഭൂരിഭാഗവും ഇങ്ങനെയുള്ള ഇഷ്യൂവിൽ നിന്ന് തുടങ്ങുന്നതാണ്. കാരണം സ്വന്തം ഭാര്യ പറയുന്നത് ഒരു 10 മിനിറ്റ് കൊടുത്ത് ക്ഷമയോട് കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇന്ന് നിങ്ങളെപ്പോലുള്ള ഭർത്താക്കന്മാർക്കില്ല. നിങ്ങളൊക്കെ ഭയങ്കര വിവരമുള്ളവരും ബുദ്ധിമാന്മാരുമായിട്ട് മാറും അപ്പോഴത്തേന്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വിവരമില്ലാത്തത്, സത്യം പറയാമല്ലോ എൻ്റെ അഭിപ്രായത്തിൽ. കാരണം നിങ്ങൾക്ക് ബോധമില്ല, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ അടുത്തല്ലാതെ പിന്നെ ആരെടുത്താണ് പറയുന്നതെന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ കേട്ടിട്ട് അവർ പറയുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നത്തെ കാര്യം. നിങ്ങൾ അവരെ കേട്ടിട്ട് അവരെ ആശ്വസിപ്പിക്കുക എന്ന് വേറൊന്നും ചെയ്യേണ്ട. ഇപ്പം നീ പറഞ്ഞത് സത്യമായി എന്നൊന്നും വെച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് പറയാം അവരുടെ അടുത്ത്, ഞാൻ നോക്കട്ടെ, നീ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഞാൻ ശ്രദ്ധിക്കാം, ഇതെനിക്ക് അങ്ങനെ തോന്നിയോ, എങ്കിൽ ഞാനതൊന്ന് ശ്രദ്ധിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിന് ഭയങ്കര സന്തോഷമാകും. അത് മതി ഒരു ഭാര്യയ്ക്ക്. പക്ഷെ നിങ്ങളതല്ല ചെയ്യുന്നത്. കയറി ഉടനെ തന്നെ വിവരവും ബോധവും ഒന്നും ഇല്ലാത്തവരാക്കും അവരെ. ഈ വിവരവും ബോധമൊക്കെ ഇല്ലെന്ന് പറയുമ്പോഴേ ഒരു 100 വട്ടം ആലോചിക്കണം ഈ കേൾക്കുന്ന ആൾക്ക് എങ്ങനെ ഇരിക്കുമെന്ന്. തിരിച്ച് നിങ്ങളെയാ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കുമെന്ന് തോന്നണം. അത് 1 വട്ടം 2 വട്ടമൊക്കെ ആകുമ്പോൾ നമ്മളങ്ങ് സഹിക്കും. ഒരു 3-4 വട്ടം ആകുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഇത് പറയാൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സിൽ എന്ത് തോന്നിയാലും നമ്മൾ പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് നമ്മൾ മനസ്സിലങ്ങ് ചിന്തിക്കും. ഞാൻ ശ്രദ്ധിക്കാം എന്ന് പറയുന്ന ഒരു വാക്ക് മതി ഒരു വീട് ഭയങ്കര സന്തോഷത്തോടെ കടന്നു പോകാൻ. അതേസമയം അതിന് പകരം നിനക്ക് വിവരമില്ല എന്ന് പറഞ്ഞാൽ അന്നത്തോടെ ആ വീട്ടിൽ പ്രശ്നം തുടങ്ങി. ദയവ് ചെയ്ത് നിങ്ങളിങ്ങനെ പറയാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക, അവർ പറയുന്നത് കേൾക്കുക.